ലാലേട്ടന്റെ ആരായിട്ടാണ് ആ ഒരു മൂവിയില്? ലാലേട്ടന്റെ എതിരെയാണോ? ലാലേട്ടന്റെ മകൾ അഭിനയിക്കുന്ന സിനിമയിലെ ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ ആ മൂവിയിൽ. ചേട്ടാ ഇങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇങ്ങനെ പറയാൻ പറ്റൂ. ലാലേട്ടൻ്റെ ഒപ്പം അഭിനയിച്ചോ? 2 ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞു. നമുക്ക് സാർ പടത്തിൽ ഉണ്ടോ? ലാലേട്ടുണ്ടെന്ന് പറഞ്ഞു. അയ്യോ അത് ഏതാ പടം? അത് എനിക്ക് തരുമൂർത്തി പടത്തെ പറ്റിയായിരിക്കും പറഞ്ഞു. ഞാൻ ഇതല്ല കേട്ടോ. ഇപ്പം ലാലേട്ടൻ്റെ ഒപ്പം തുടക്കത്തിൽ അഭിനയിക്കുന്നുണ്ട്. ഡീസിറയില് പ്രണവ് മോഹൻലാലിന്റെ ഒപ്പം അഭിനയിച്ചു. ഞാൻ പറഞ്ഞു കളം കാസ്റ്റിംഗ് എനിക്ക് സാറ് മമ്മൂട്ടി സാറാണ് പടത്തിലേക്ക് വിളിക്കുന്നത്. സാറിന്റെ സജഷൻ ആയിരുന്നു. ഞാൻ ആ ഒരു അറിവൊക്കെ എനിക്ക് ഭയങ്കരമായിരുന്നു. സാറ് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നതെന്ന് കേട്ടത് എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് തോന്നുന്നു പേഴ്സണലി ചേട്ടൻ വർഷങ്ങളുടെ അധ്വാനം കൊണ്ട് ഇവിടം വരെ എത്തിയ ഒരാളാണ് എന്ന്. അതൊരു തോന്നൽ മാത്രമായി പോയി. എന്താ തോന്നുന്നത് ചേട്ടൻ അതാണെന്ന് പറയുന്നത് വളരെ മോശമായി പോയോ? നാടകത്തിൽ അഭിനയിക്കുമായിരുന്നു, കൾച്ചറൽ പ്രോഗ്രാംസിന് പോകുമായിരുന്നു എന്നൊക്കെ. അങ്ങനെ എന്തെങ്കിലും? അതൊരു തെറ്റായ കാര്യമില്ല. അവരങ്ങനെയൊക്കെ പറയുമായിരുന്നു. അതൊക്കെ ശരിയായ കാര്യമാണോ എന്നുള്ള രീതിയിൽ എന്നോട് ചോദിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് രാഹുലിൻ്റെ പടത്തിലെ ഒരു സീനാണ്. പക്ഷെ രാഹുൽ എനിക്ക് തരുന്നത് ഈ ഒരു സിനിമ മൊത്തത്തിലാണ്. എൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടാണ് എന്നെ സെലക്ട് ചെയ്യുന്ന പടത്തിലേക്ക്. ശമ്പളം കൂടുതലുണ്ടായിരുന്നുകൊണ്ട് പോലീസിലേക്ക് പോയതാണ്. അല്ലാതെ എനിക്ക് പോലീസുകാരാണോ ജീവിതത്തിൽ ടൈസിറയിലേക്ക് വരികയാണെങ്കിൽ പ്രണവ് മോഹൻലാൽ സോറി അല്ല കട്ട് ചെയ്യേണ്ടത് അങ്ങനെ ചേട്ടന്റെ വായിൽ നിന്ന് കേൾക്കാനുള്ള ഹായ് ഓൾ, വെൽക്കം ടു ബി ഫോർ ബ്ലേസ് മലയാളം. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല, ഇപ്പം എല്ലാ പ്രധാന സിനിമകളിലും നിറസാന്നിധ്യമായി കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം ജിബിൻ ഗോപിനാഥ് സാറാണ്. എനിക്ക് ചേട്ടനെ കാണുമ്പോൾ തന്നെ അല്ല കേട്ടോ, ഞാനൊരു ഫോർമാലിറ്റിയിൽ തുടങ്ങിയതാ. പോയി കഴിയുന്ന ചേട്ടാ, നമ്മളിപ്പം നമ്മുടെ ആ ഒരു ടേണിംഗ് പോയിന്റ് ആയ മൂവിന്ന് തന്നെ തുടങ്ങാം. ഇപ്പം കുറേ മൂവീസിൽ നമ്മൾ അഭിനയിച്ചിട്ടുണ്ടാവും. പക്ഷേ ലൈഫിൽ എനിക്ക് നല്ല റോൾസ് കിട്ടാൻ തുടങ്ങി എന്ന് വിചാരിക്കുന്ന ഒരു മൂവി ഉണ്ടാവുമല്ലോ, ആ മൂവി ഏതാ? അങ്ങനെ എനിക്കങ്ങനെ ഇനിയിപ്പോൾ അങ്ങോട്ടെല്ലാം നല്ല വലിയ മൂവീസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇനി മുതൽ എൻ്റെ ലൈഫ് അങ്ങ് ചേഞ്ച് ആവാൻ പോകണമെന്ന് തോന്നിയിട്ടില്ല. അങ്ങനെയൊന്നുമില്ല. എന്നാലും എനിക്ക് ആദ്യമായിട്ട് നല്ലൊരു വേഷം കിട്ടുന്നത് വൈ എന്ന് പറയുന്ന സിനിമയിലാണ്. സുനിൽ ഇബ്രാഹിം സാറ്, നമ്മുടെ അരികിലൊരാൾ, ചാപ്റ്റേഴ്സ്, ഇതൊക്കെ ഡയറക്റ്റ് ചെയ്തതാണ്. അതിലേക്ക് നിവിൻ പോളിയും ആ ടീമൊക്കെയാണ്. അവരുടെയൊക്കെ ആദ്യകാല സിനിമകളിൽ പെടുന്നതാണ്. അപ്പം അതിനുശേഷം അദ്ദേഹത്തിന് തോന്നി ഇനി അടുത്ത ഇങ്ങനെ ട്രിവാൻഡ്രത്ത് ജിബിൻ ഗോപിനാഥ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ കുറച്ചുണ്ട്, ആനന്ദ് മന്മഥൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരെ വെച്ചെടുക്കാൻ തോന്നിയിട്ട് 2016 എടുത്ത പടമാണ്. തിയേറ്ററിൽ അത് വന്നു, നല്ല സിനിമയാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു ധാരണ. അത് പിന്നെ OTT പ്രൈമിലേക്ക് വന്നപ്പോഴത്തേക്കും ഭയങ്കര അഭിപ്രായം കിട്ടിയൊരു പടമായിരുന്നു. എന്തോ ഞങ്ങളെ മനസ്സിലാക്കാൻ അന്നത്തെ പ്രേക്ഷകർക്ക് പറ്റിയില്ല തിയേറ്ററിൽ. അതുകൊണ്ട് തിയേറ്ററിലധികം വർക്കായില്ലെങ്കിലും നല്ലൊരു സിനിമയായിരുന്നു. അത് നിങ്ങൾ ഇനിയും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നല്ലൊരു മീൻസ് അദ്ദേഹത്തിൻ്റെ എല്ലാ പടങ്ങളും ഒരു തിയേറ്ററിക്കലൊരു എക്സ്പീരിയൻസ് എന്നതിനപ്പുറത്തേക്ക് കുറച്ച് ഒരു മോശം സിനിമയായിട്ട് എടുക്കാത്തൊരു ഡയറക്ടറാണ്. അങ്ങനെ നമുക്കൊരു ഷുവറായിട്ട് പറയാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എനിക്ക് അമ്മാതിരി എന്നെ ആദ്യമായിട്ട് വിശ്വസിച്ചൊരു ഡയറക്ടറാണ്. അപ്പം ആ ഒരു അത്രയും സ്നേഹമുള്ളൊരു മനുഷ്യനാണ്. അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന നല്ലൊരു റോൾ. പക്ഷെ അതോടെ എനിക്കൊരു കോൺഫിഡൻസ് ആയി. അതുവരെ ഒരു സീൻ, 1.5 സീൻ, 2 സീനൊക്കെ ചെയ്തിരുന്ന എനിക്ക് ഒരു സിനിമയിൽ ത്രൂ ഔട്ട് നിന്ന് ഡയലോഗ്സ് പറഞ്ഞ് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് എന്നെ മനസ്സിലാക്കിച്ച് തന്ന സിനിമയാണത്. അപ്പോൾ അത് എനിക്ക് ഏറ്റവും സ്പെഷ്യലാണ് സിനിമ. ഇപ്പം നമ്മൾ ആക്ടേഴ്സിനെ നോക്കുകയാണെങ്കിൽ 2 തരത്തിലുള്ള ആക്ടേഴ്സ് ഉണ്ടാവും. ചിലർ ഓവർനൈറ്റ് സെൻസേഷൻ ആയിരിക്കാം, ഒരു രാത്രി കൊണ്ട് വലിയൊരു ഫെയിം കിട്ടിയ ആൾക്കാരായിരിക്കാം. പക്ഷേ ചിലർ വർഷങ്ങളുടെ അധ്വാനമായിരിക്കാം. ഇതിൽ എനിക്ക് തോന്നുന്നു പേഴ്സണലി ചേട്ടൻ വർഷങ്ങളുടെ അധ്വാനം കൊണ്ട് ഇവിടം വരെ എത്തിയ ഒരാളാണ് എന്ന്. ആ ഒരു അധ്വാനത്തിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, അയ്യോ എനിക്ക് സിനിമ വേണ്ട, ഇതെനിക്കുള്ളതല്ല, ഈ ഫീൽഡ് എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ആദ്യം ഞാൻ ചോദിച്ചോട്ടെ, അതൊരു തോന്നൽ മാത്രമായി പോയെന്താ? ഞാൻ കാണുന്ന ഇന്റർവ്യൂസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ ഇമാതിരി ഞാൻ അത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ചേട്ടൻ അതാണെന്ന് പറയുന്നത് വളരെ മോശമായി പോയ ചോദ്യം. പോട്ടെ, എന്നാലും ഈ പറഞ്ഞ പോലെ ഇല്ല. ഇപ്പം ഓരോരുത്തർക്കും അത് ഓരോ സമയവും ഒരു ഭാഗ്യവും അല്ലെങ്കിൽ അവരുടെ കഴിവിൻ്റെ ഒരു റിസൾട്ട് പോലെ കിട്ടുന്നതാണ്. ഓരോ ടൈമാണ്. അതിന് ഒരു കാലയളവ് അതിനൊരു ഭയങ്കര സംഭവമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് ഒരു ദിവസം കൊണ്ട് ഒറ്റ ദിവസം ആദ്യമായിട്ട് അതുവരെയും ഒരു എക്സ്പീരിയൻസും ഇല്ലാതിരുന്ന
ഒരാൾ പെട്ടെന്നൊരു സിനിമയിൽ അഭിനയിച്ച് ആ ആദ്യ പടത്തോടെ തന്നെ നല്ല രീതിയിലാവാം. പിന്നെ അല്ലെങ്കിൽ സിനിമയുമായിട്ട് ബന്ധമുള്ള ഒരു ഇതിൻ്റെ പുറത്ത് പെട്ടെന്ന് സിനിമയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നവരുണ്ടാവാം. അത് ഓരോരുത്തർക്ക് കിട്ടുന്ന അവസരം പോലെ ഇരിക്കും. ഇപ്പം ഞാൻ ഇത്രയും കാലം ഞാൻ പുറകെ നടന്നു വെച്ചാൽ എനിക്ക് ഇപ്പോൾ എൻ്റെ റൂട്ട് അതായിരുന്നു. എനിക്ക് ഇപ്പോൾ എന്താ പറയുക, ഏത് വഴി കൂടെ പോയാലും സിനിമ എന്നുള്ള ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ അതിൻ്റെ പുറകെ തന്നെയാണ്. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും എത്തി എന്നുള്ളൊരു ധാരണ ഇപ്പോഴും എനിക്കില്ല. എനിക്ക് അതൊരു ഇൻഫിനിറ്റ് പോയിൻ്റാണ്. എനിക്കത് എവിടെയെങ്കിലും എത്തുന്നൊരു സംഭവമല്ല എനിക്ക് സിനിമ. എനിക്കിത് ഇങ്ങനെ സിനിമയുടെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്, അതിനൊരു എൻഡില്ല, അതൊരു സ്റ്റോപ്പില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എവിടെ എത്തിയിട്ടുമില്ല, അത് ഒരിക്കലും എത്തത്തില്ല. അതിങ്ങനെ ഒരു യാത്ര മാത്രമാണ്. അതെനിക്ക് സിനിമ എളിമയല്ല, ഇത് എൻ്റെ വിശ്വാസമാണ്. അത് വേറെ ആൾക്ക് എളിമയായിട്ടാണ് തോന്നുന്നെങ്കിൽ അങ്ങനെ എടുക്കുന്നതിൽ എനിക്കൊരു പരാതിയില്ല. എന്നാലും സാധാരണക്കാരായ സിനിമ മോഹികളായിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോഴും ചേട്ടൻ എത്തി നിൽക്കുന്നത് ഒരു വലിയ പൊസിഷനിൽ തന്നെയാണ്. അപ്പം നമുക്ക് നോക്കുമ്പം ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് ഒരാൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് ചേട്ടൻ്റെ എളിമ തന്നെയാണ്. അത് എളിമയെന്നോ അല്ലെങ്കിൽ അതിനെ വളിപ്പെന്നോ എന്ത് പറഞ്ഞാലും എനിക്കത് വിഷയമുള്ള കാര്യമല്ല. എനിക്ക് എൻ്റെ കാര്യം മാത്രമാണ്. ഞാനത് എൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ റൂട്ട് ഇതാണ്. അതിപ്പോൾ എനിക്കിങ്ങനെ പോയേ പറ്റുള്ളൂ. എനിക്ക് എവിടെയെങ്കിലും എനിക്കൊരു പോയിൻ്റേ ഇട്ടിട്ടില്ല. എനിക്ക് ഇന്ന വർഷത്തിൽ എനിക്ക് വലിയ ഒരു ആക്ടർ ആവണമെന്ന് ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്തിരുന്നില്ല. ഇപ്പോൾ ഇത്ര 5 വർഷം കൊണ്ട് എനിക്ക് വലിയൊരു നടനാവണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് എനിക്ക് ഇത്രയും രൂപ സമ്പാദിച്ചിട്ട് എനിക്ക് വലിയൊരു വീട് വയ്ക്കണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. ഇതൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എനിക്ക് ഒന്നും പ്ലാനിങ്ങിൻ്റെ പുറത്തല്ല ഞാൻ പോകുന്നത്. സോ ഞാൻ ഇപ്പോൾ ലൈവിൽ എന്താണോ സംഭവിക്കുന്നത് അതിൻ്റെ കൂടെ അങ്ങ് പോകുക എന്നുള്ളത് മാത്രമേ, ഗോയിങ് വിത്ത് ദ ഫ്ലോ, അത്രേ ഉള്ളൂ. ഇത്രയും നാളായിട്ട് സിനിമ ആഗ്രഹിക്കാനായിട്ട് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ? ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ് എനിക്ക് കണ്ടിട്ട് എനിക്കത് കഴിക്കണമെന്ന് തോന്നാൻ അതിന് പ്രത്യേക റീസൺ വേണം. അതെൻ്റെ കഴിക്കണമെന്നുള്ള ആഗ്രഹം മാത്രമാണ്. അത് തന്നെയാണ് എനിക്ക് സിനിമ. എനിക്ക് കുഞ്ഞുനാൾ മുതൽ എനിക്കൊരു ആഗ്രഹമാണ്. അതിനെന്താണ് അതിൻ്റെ ABCD എന്താണെന്ന് എനിക്കറിയില്ല. അത് എങ്ങനെ സിനിമ എന്ന് പറയുന്ന ആ ഒരു മേഖലയിലേക്ക് എത്തണം എന്ന് എനിക്കറിയില്ല. അത് ഏത് വഴിക്ക് ചെല്ലണമെന്ന് എനിക്കറിയില്ല. ഇതൊന്നും അറിയാതെ നമ്മളിതിൻ്റെ പുറകെ എനിക്ക് തോന്നിയൊരു വഴി എന്നുള്ള നിലയ്ക്ക് ഓരോ കോണ്ടാക്റ്റുകൾ ഉണ്ടാക്കിയെടുത്തു. ഞാൻ ഓരോ സൗഹൃദങ്ങളിൽ ചെന്നു. പിന്നെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിച്ച് ഞാൻ പലരുടെ അടുത്തേക്ക് എത്തി. പിന്നെ എന്നെ സഹായിക്കാനായിട്ട് ചുറ്റും ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഇതാണ് ആഗ്രഹമെന്ന് ചെറിയ നാൾ മുതലേ എല്ലാവർക്കും മനസ്സിലായപ്പോൾ, ഞാൻ ആഗ്രഹിക്കുന്നത് വെറുതെ അല്ല എന്ന് എനിക്ക് ചുറ്റുമുള്ളവർക്ക് മനസ്സിലായപ്പോൾ എല്ലാവരും എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ ചുറ്റുപാടുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് എനിക്കിപ്പോൾ ഇന്നിപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുന്നത് പോലും ഞാൻ അങ്ങനെ സഞ്ചരിച്ച് കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ കുട്ടിക്കാലം തൊട്ട് അപ്പോൾ ഇതിനു വേണ്ടി പുറകെ നടന്നിരുന്നു എന്ന് പറഞ്ഞല്ലോ. നമ്മളിപ്പോൾ കുറേ ആക്ടേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ കേൾക്കുന്ന കാര്യമാണ്, ഇപ്പം ഞാൻ നാടകത്തിൽ അഭിനയിക്കുമായിരുന്നു, കൾച്ചറൽ പ്രോഗ്രാംസിന് പോകുമായിരുന്നു എന്നൊക്കെ. അങ്ങനെ എന്തെങ്കിലും? അതൊരു തെറ്റായ കാര്യമല്ല. അല്ല, തെറ്റായ കാര്യമല്ല, ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് ചോദിച്ചതാണ്. എക്സ്പ്രഷൻ മാറിപ്പോയി. അല്ല, ഈ പറയണ കേട്ടപ്പോൾ അവരങ്ങനെയൊക്കെ പറയുമായിരുന്നു, അതൊക്കെ ശരിയായ കാര്യമാണോ എന്നുള്ള രീതിയിൽ എന്നോട് ചോദിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ പഠിച്ചത് കോലിയക്കോട് ഗവൺമെൻറ് UP സ്കൂളിലാണ്. എൻ്റെ 7ാം ക്ലാസ് വരെയുള്ള പഠനം അവിടെയായിരുന്നു. പിന്നെ എൻ്റെ ഹൈസ്കൂൾ എന്ന് പറയുന്നത് ഞാൻ LVHS പോത്തൻകോട്, ഹയർ സെക്കൻഡറി എൻ്റെ പെരപ്പൻകോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ. അപ്പോൾ ഈ ഒരു 12 വർഷത്തിനിടയ്ക്ക് ഞാൻ സ്കൂൾ തലത്തിലുള്ള ബാലകലോത്സവം, യുവജനോത്സവം ഇതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് തന്നെ ബേസിക്കലി എൻ്റെ അപ്പർ പ്രൈമറി UP സ്കൂളിലൊക്കെ വെച്ചിട്ട് തന്നെ അവിടെ ഒരു നാടക കളരിയുണ്ട് കോലിക്കോട് സ്കൂളിൽ. അപ്പോൾ നമ്മുടെ കൊച്ചുനാരായണപിള്ള സാറെന്ന് പറയും. അപ്പോൾ സാറാണ് ആദ്യമായിട്ട് നമ്മളെ സ്റ്റേജിലൊക്കെ കയറ്റുന്നത്. പിന്നെ നാട്ടിൽ തന്നെയുള്ള ഞങ്ങളുടെ സീനിയറായിട്ടുണ്ടായിരുന്നൊരു അനീഷ് ഏട്ടൻ, പിന്നെ ആസാദ് ഏട്ടൻ, റജിച്ചേട്ടൻ, ഇങ്ങനെയൊക്കെയുള്ള മീൻസ് ഇവരൊക്കെ എന്നെക്കാളും 2 വയസ്സ് 3 വയസ്സൊക്കെ മൂപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരൊക്കെ ഇതിനു മുന്നേ നാടകമൊക്കെ ചെയ്ത് തുടങ്ങിയ ആൾക്കാരൊക്കെയാണ്. അപ്പം ഇവരൊക്കെയാണ് നമ്മളെ കൂടെ നിർത്തിയെന്നും. രംഗപ്രഭ എന്ന് പറയും, വെഞ്ഞാറമൂട്, അറിയാമെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അങ്ങനൊരു സംഭവമുണ്ട്, കുട്ടികളുടെ നാടകവേദിയാണ്. അത് ലോക പ്രശസ്തമാണ്. ആ ഒരു ഈ രംഗപ്രഭ എന്ന് പറഞ്ഞ വേദി വെഞ്ഞാറമൂട്ടിലാണ്. അപ്പോൾ അവിടുത്തെ സാറായിരുന്നു, അവിടുത്തെ നാടകാചാര്യനായിരുന്നു ഈ കൊച്ചുനാരായണപിള്ള സാർ. അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ ആദ്യമായിട്ട് ഇങ്ങനെ സ്റ്റേജിൽ കയറ്റിയ ഗുരു എന്ന് പറയാൻ. അവിടെ തുടങ്ങിയതാണ്. ഓക്കെ, പോട്ടെ, കണ്ടിന്യൂ. ഇപ്പം ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് എപ്പോഴും ഒരു ഡ്രീം റോൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഡ്രീം റോൾ ഉണ്ടോ?
എനിക്ക് തോന്നുന്നു പോലീസ് ഓഫീസർ, പോറ്റി, അങ്ങനെ ഒരുപാട് റോൾസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എന്താണ് ആ ഒരു ഡ്രീം റോൾ? എനിക്ക് ഞാൻ ചെയ്യുന്ന എല്ലാ ക്യാരക്ടേഴ്സും എൻ്റെ ഡ്രീം റോൾസാണ്. കാര്യം എൻ്റെ സ്വപ്നത്തിൽ സിനിമ മാത്രമേ ഉള്ളൂ. അപ്പോൾ സിനിമയിൽ നിന്ന് കിട്ടുന്ന ഓരോ ക്യാരക്ടറും എനിക്ക് ഡ്രീം റോളായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അല്ലാതെ ഇന്നൊരു ക്യാരക്ടർ എപ്പോഴെങ്കിലും ചെയ്യണം ഇങ്ങനെ ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേ. സപ്പോസ് ഇപ്പോൾ DA0-യിലാണെങ്കിൽ പോലും ഈ ഒരു മധുസൂദനം പോറ്റി എന്നുള്ള ക്യാരക്ടർ എൻ്റെ സ്വപ്നത്തിലില്ല. അത് സിനിമ എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന മേക്കറുടെ ഒരു സീനിലെങ്കിലും ഒരു ഡയലോഗ് പറഞ്ഞ് അഭിനയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ AD-മാരോടൊക്കെ ഞാനിത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന എന്നെ ആ സിനിമയിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ മകനാണ്, ദിന്നാദ് പുത്തഞ്ചേരി. ദിന്നാദിനെ എനിക്ക് പേഴ്സണലി അറിയാം. പക്ഷേ ഈ പറയുന്ന പോലെ ഈ സിനിമയിലേക്ക് എന്നെ സജസ്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഭയങ്കര ബന്ധമൊന്നുമില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഇതുപോലൊരു ഓൺലൈൻ ഇൻ്റർവ്യൂ അദ്ദേഹം കണ്ടിട്ട് ഇങ്ങനെ റീലായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു വേറൊരു ചാനലിൻ്റെ. അപ്പോൾ അവർ ഈ ക്യാരക്ടറിൻ്റെ അന്വേഷണം നടക്കുകയാണ്. അപ്പോൾ 1-2 വേറെ വലിയ ആർട്ടിസ്റ്റുകൾ മലയാളത്തിൽ തന്നെ വലിയ പ്രഗത്ഭരായ ആർട്ടിസ്റ്റുകളെ പ്ലാൻ ചെയ്തിരുന്ന ഒരു ക്യാരക്ടറും കൂടെയാണ്. അപ്പോൾ അത് നടക്കണം. പുള്ളി യാദൃച്ഛികമായിട്ട് റീൽ കണ്ട് സ്ക്രോൾ ചെയ്ത് പോയിട്ട് പിന്നെ എന്നോട് പറഞ്ഞത് എങ്ങനെയാണ്, പിന്നെ ഒന്ന് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. പുള്ളിക്ക് ബാക്കിലേക്ക് പോയി ഇത് കണ്ടിട്ട് ഇതിൻ്റെ ലിങ്ക് എടുത്ത് ഡയറക്ടർക്ക് അയച്ചു കൊടുത്താണ്. നമുക്ക് പുള്ളിയെ നോക്കിയാലോ ഈ ഒരു ക്യാരക്ടറിലെത്തിക്കുന്ന പറഞ്ഞ്. അപ്പോൾ തന്നെ രാഹുലിന് ഒരു തമ്പിടുകയാണ്, കൊള്ളാലോ എന്നുള്ള രീതിയിൽ. രാഹുലിന് അതിനു മുമ്പ് എന്നെ പരിചയമില്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ ആഗ്രഹിച്ച എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് രാഹുലിൻ്റെ പടത്തിലെ ഒരു സീനാണ്. പക്ഷേ രാഹുൽ എനിക്ക് തരുന്നത് ഈ ഒരു സിനിമ മൊത്തത്തിലാണ്. അപ്പോൾ അതെൻ്റെ ഡ്രീം സിനിമ എന്നുള്ള രീതിയിൽ അതന്നെ. അപ്പോൾ ആ ഡ്രീം റോൾ എന്നുള്ളതില്ല, എൻ്റെ ഡ്രീമിലുള്ളൊരു സംഭവം നല്ല രീതിയിൽ സംഭവിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് വരുന്നത്. എൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടാണ് എന്നെ സെലക്ട് ചെയ്യുന്നത് പടത്തിലേക്ക്. അല്ലാതെ എൻ്റെ വേറെ ഒരു സിനിമയിലെയും ഒരു പെർഫോമൻസ് കണ്ടിട്ടല്ല രാഹുൽ സദാശിവൻ എൻ്റെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. എപ്പോഴെങ്കിലും മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എനിക്ക് ഇങ്ങനൊരു സെലിബ്രിറ്റി ആവണം, അല്ലെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിക്കണം? ഇല്ല, അങ്ങനെ ഞാൻ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒഴുക്കിനൊത്ത് നീന്തുക എന്നുള്ള ഒരാളാണ്. ഒന്നും പ്ലാൻ ചെയ്തിട്ട് ലൈഫിൽ മുന്നോട്ട് പോകാൻ എന്നെക്കൊണ്ട് പറ്റുന്ന ആളാണ്. ബേസിക്കലി ഞാൻ നല്ലൊരു മടിയനാണ്. അതെനിക്ക് തന്നെ നന്നായിട്ടറിയാം. സിനിമ എന്നുള്ളൊരു ആ ഒരു മീഡിയത്തിലല്ലാതെ ഇപ്പോൾ ബാക്കി എല്ലാ കാര്യത്തിലും ലോകത്ത് ഏറ്റവും വലിയൊരു മടിയനായിട്ട് ഞാൻ തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ളൊരു വ്യക്തിത്വമാണ് എൻ്റേത്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ പുറത്തുനിന്ന് ഒന്നും ഞാൻ ചെയ്യാറില്ല. ഒന്നും മുൻകൂട്ടി തീരുമാനിച്ച് എനിക്കത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. എനിക്ക് എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു തീരുമാനമല്ല, എൻ്റെ ഒരു അന്ന് നല്ല കുറേ സിനിമകളുടെ ഭാഗമാകണം. അതിന് വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. ചെറിയ പറഞ്ഞൊരു സംഭവം മടിയെന്ന് പറഞ്ഞത് ഞാൻ സമ്മതിച്ചില്ല. കാരണം PSC എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും ട്രൈ ചെയ്യുന്നൊരു സംഭവമാണ്. അത് ക്രാക്ക് ചെയ്തെടുത്ത് ഒരു പോലീസ് ഓഫീസറായി അതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റും കഴിഞ്ഞിട്ട് പിന്നീട് സിനിമയിലേക്ക് വന്നൊരു വ്യക്തിയാണ്. ഒരു മടിയനായ ആൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് എങ്ങനെയായിരുന്നു ആ ഒരു ജേണി? PSCക്ക് പഠിക്കുന്ന ആർക്കും ഈസി ആയിട്ട് ഏത് ജോലിക്ക് പോവാം, പഠിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ എനിക്ക് മടിയായിരുന്നു. പക്ഷേ എന്നിട്ടും ഈ ബേസിക്കായിട്ടുള്ള കുറച്ച് സ്ഥിരം നല്ല പത്രവായനയുണ്ട്. ഈ പറഞ്ഞ പോലെ ജനറൽ നോളജ് കുറച്ച് അവെയർ ആയിട്ടുള്ളത് കൊണ്ട് കുറച്ച് പരീക്ഷകളൊക്കെ എഴുതാൻ കുറച്ച് എളുപ്പമായിരുന്നു. അങ്ങനെ കുറച്ച് ഭാഗമൊക്കെ കുറച്ച് എളുപ്പമായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്ത് അന്ന് എഴുതിയ ഒരു 6-7 ടെസ്റ്റിൽ ഒരുമിച്ച് വന്നു. അന്ന് ശമ്പളം കൂടുതലുണ്ടായിരുന്നുകൊണ്ട് പോലീസിലേക്ക് പോയതാണ്. അല്ലാതെ എനിക്ക് പോലീസുകാരാണോ ജീവിതത്തിൽ പ്ലാൻ ചെയ്ത് വന്നയാളൊന്നുമല്ല. എനിക്ക് തോന്നുന്നു അവിടെ ചെയ്യാനുള്ള എനിക്ക് തോന്നുന്നു ഈ ചെയ്യുന്ന ജോലിയിൽ അങ്ങനെ മടിയല്ല. ഞാൻ പറയുന്നത് എൻ്റെ ലൈഫ് സ്റ്റൈലാണ് മൊത്തത്തിൽ മടി എന്ന് പറഞ്ഞത്. ഒരു എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് അവിടെ നമ്മൾ 100% ആത്മാർത്ഥത കാണിക്കും. പക്ഷേ എൻ്റെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രധാന സാധനം എന്ന് പറയുന്നത് മടിയാണ്. PSC എന്ന് പറയുന്നത് അങ്ങനെ ആന കയറാ മലയൊന്നുമല്ല, ഏതന്നയ്ക്കും എഴുതിയെടുക്കാം. കാര്യം കുറച്ചൊന്ന് വായിക്കണം, കുറച്ച് സബ്ജക്റ്റ് വൈസ് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, കുറച്ച് പൊതു വിജ്ഞാനം കൂടെ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അല്ല അന്നയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും. പൊതുവിജ്ഞാനം കുറച്ച് കൂടുതൽ വേണം. അതെനിക്ക് ആ ലിഫ്റ്റിൽ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായതാണ്. അത് ഞാൻ പറയുന്നില്ല ഇവിടെ എന്താണെന്ന്. അതുകൊണ്ട് അത് കുഴപ്പമില്ല, ശ്രമിച്ചു നോക്കൂ, പറ്റാത്ത കാര്യമൊന്നുമല്ല. മനസ്സിലായി. ഞാൻ ലെവലിലോട്ട് പോകുന്നില്ല ചേട്ടാ, നമുക്ക് ഇങ്ങനെയൊക്കെ കഞ്ഞി കുടിച്ചു പോയാൽ. നമ്മൾ ഡൈസിറയിലേക്ക് വരികയാണെങ്കിൽ പ്രണവ് മോഹൻലാൽ സോറി അല്ല കട്ട് ചെയ്യേണ്ടത് അങ്ങനെ വേണ്ട ചേട്ടോ. DSC ഓക്കെ.
എന്നെ ഇറക്കിയേറ്റാനാ നോക്കുന്നത്. DSRയിലേക്ക് പോവുകയാണെങ്കിൽ പ്രണവ് മോഹൻലാലിൻ്റെ ഒപ്പമാണ് ഒരുപാട് കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നു. ശരിക്കും നമുക്കറിയാം ആൾ സിമ്പിളാണ് എല്ലാം ആണെന്ന്. പക്ഷെ എങ്ങനെയുണ്ടായിരുന്നു അടുത്ത് ഇടപഴകിയപ്പോൾ? അറിയാന്നുള്ള വീണ്ടും വീണ്ടും അത് ചേട്ടന്റെ വായിൽ നിന്ന് കേൾക്കാനുള്ള സീരിയസ് ആയിട്ട് എല്ലാവരും പറയുന്ന പോലെ തന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പലതും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പുള്ളി ഭയങ്കര ഇതാന്നൊക്കെ പറയുമ്പോഴും എനിക്ക് ഇത്തിരി കുറച്ച് ഓവറല്ലേ എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെയും തോട്ട്. ഇങ്ങനെ അതെ എന്തായാലും എന്നുള്ള ഇതിലായിരുന്നു. പക്ഷേ പരിചയപ്പെട്ടപ്പോൾ മനസ്സിലായി നമ്മൾ ചിന്തിച്ചതും മീൻസ് നമ്മൾ കേട്ടതൊന്നുമല്ല. ആൾ അങ്ങനെ ഭയങ്കര സാധാരണക്കാരനാണ്. എനിക്ക് അയാൾ ഭയങ്കര എന്താ അമ്മാതിരി എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ വളരെ ഒരു സാധാരണക്കാരനാണ്, നല്ലൊരു കൂട്ടുകാരനാണ്, വളരെ ഏറ്റവും അടുപ്പമുള്ളവരടുത്ത് ഏറ്റവും നല്ലൊരു ചങ്ക് ഒരു കൂട്ടുകാരനാണ്. ഏറ്റവും അടുപ്പമുള്ളവരടുത്ത് ഏറ്റവും നന്നായിട്ട് മൊമെൻറ്റ്സ് ആഘോഷിക്കുന്നൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ആളാണ് എനിക്ക് പ്രണവ്. അതാണ്. ഓക്കെ. ഇപ്പോൾ നമ്മൾ കളങ്കാവൽ മൂവിയിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അതിനകത്ത് കാസ്റ്റിങ്ങിലേക്കൊക്കെ എങ്ങനെയാണ് വന്നത്? കാസ്റ്റിംഗ് എനിക്ക് മമ്മൂട്ടി സാറാണ് പടത്തിലേക്ക് വിളിക്കുന്നത്. മീൻസ് സാറിൻ്റെ സജഷനായിരുന്നു ഞാൻ. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ഈ പറഞ്ഞ പോലെ നമ്മൾ ഇത്രയും നാളിങ്ങനെ നേരത്തെ പറഞ്ഞില്ല ഇങ്ങനെ നമ്മളിങ്ങനെ നടക്കല്ലേ. അപ്പം നമ്മളെ ഈ ആഗ്രഹവും നമ്മുടെ ഈ ഒരു അത്യാഗ്രഹവും ഒക്കെ കണ്ടിട്ട് നമുക്കൊരു വഴി തുറന്നു തരുമല്ലോ, ആരെങ്കിലും വേണ്ടേ. അപ്പം അങ്ങനെ ഒരു വഴി തുറന്നു തന്നത് സാറാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു ക്യാരക്ടറിലേക്ക് ഇങ്ങനെ കണ്ണൂർ സ്ക്വാഡിൽ സാറിൻ്റെ കൂടെ ഒരു സീൻ അഭിനയിച്ചിട്ട് മഹാരാജ് സ്കൂളിൽ ഒരാളുണ്ട്, പുള്ളി തിരുവനന്തപുരത്തുള്ള അവനെ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് പ്രൊഡക്ഷനിൽ നിന്ന് കോള് വരുന്നത്. അപ്പോൾ എനിക്കതിൽ പറഞ്ഞ പോലെ അതൊക്കെ നമുക്കൊരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കുറച്ച് ആ ഒരു അറിവൊക്കെ എനിക്ക് ഭയങ്കരമായിരുന്നു. സാറ് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നതെന്ന് കേട്ടത് എനിക്ക് ഭയങ്കര സന്തോഷമായി. സന്തോഷമല്ല, അതിനൊന്നും നമ്മളങ്ങനെ നിർവചിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രീ റിലീസ് ഇവൻറ്റിൽ സാർ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. അപ്പോൾ അത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും വീഡിയോ, ചിലപ്പോൾ സത്യം പറയണം കണ്ടു. ഓക്കെ. അപ്പോൾ അതൊക്കെ പറഞ്ഞില്ലേ, നമ്മളൊന്നും ഈ പറഞ്ഞില്ലേ ആദ്യമായിട്ടൊരു ഓഡിഷന് പോകുന്ന സമയത്ത് പോലും അദ്ദേഹം സൂപ്പർ താരം ഇവിടെ. ആ മൊമെൻറ്റിലും എനിക്ക് അത്രയും ചെറിയ പ്രായത്തിൽ ആ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു എന്നെപ്പറ്റി ആ DSRയെ കണ്ടതിൽ പറഞ്ഞ അത്രയും ഒരു ആ വേദിയിൽ സത്യം പറഞ്ഞ ഒരു എന്താ പറയുക അങ്ങ് കണ്ണൊക്കെ നിറഞ്ഞ് ഒരു വല്ലാത്ത സീനായിപ്പോയി. ഞാൻ ആ മൊമെൻറ്റ് അതിന് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു വാല്യൂ എന്തെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അത് കഴിഞ്ഞ് തിരിച്ച് വേദിയിൽ നിന്ന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി അവിടെ ചെന്ന് ഇരിക്കുമ്പോൾ തൊട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ആൾക്കാർ ആ മൊമെൻറ്റിനെ പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കറിയില്ല ആ മൊമെൻറ്റ് ഞാൻ എങ്ങനെയാണ് അത് കവർ ചെയ്ത് പോയെന്നുള്ളതെന്ന് എനിക്കറിയില്ല. അമ്മാതിരി എനിക്കൊരു ഫീലാണ് ഇതൊക്കെ. ഒരിക്കലും സ്വപ്നം പോലും അതൊക്കെ സ്വപ്നം കാണാൻ പേടിക്കുന്ന കാര്യം. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കാനും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടം അദ്ദേഹം അവിടെ എന്നെപ്പറ്റി പറഞ്ഞ് പ്രകടിപ്പിക്കാനും നല്ല വാക്കുകൾ അതൊക്കെ അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പോൾ ഭാഗ്യമാണോ ഹാർഡ് വർക്ക് ആണോ സിനിമയിലേക്ക് വരാൻ വേണ്ടതെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? രണ്ടും വേണം. എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നതോറും ഭാഗ്യം കൂടും. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ്. എത്ര ഹാർഡ് വർക്ക് ചെയ്യുമോ അത്രയും നമുക്ക് ഭാഗ്യവും കൂടെ സപ്പോർട്ട് ചെയ്യും. അത് വരും. ആ ഭാഗ്യം എന്ന് പറയുന്നതാണ് നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട്. അതാണ് നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന് കിട്ടുന്ന സപ്പോർട്ടാണ് ഭാഗ്യം എന്ന് പറയുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം പുതിയ മൂവീസ് വരുന്നുണ്ട്, തുടക്കം വരുന്നുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ എത്രത്തോളം പറയും എന്ന് എനിക്കറിയില്ല. എന്നാലും ലാലേട്ടൻ്റെ ഒപ്പം കോമ്പിനേഷൻ സീൻസ് ഉണ്ടോ? അതിൻ്റെ നമ്മൾ എന്താണ് വെയിറ്റ് ചെയ്യേണ്ടത്? ഒരു ത്രില്ലറായിട്ടാണോ? എന്തായിരിക്കാം അതിൻ്റെ ഒരു? നിങ്ങൾക്ക് എങ്ങനെ വേണോ അത് വെയിറ്റ് ചെയ്യാം. അതിനെ എങ്ങനെ വേണോ അതിനെ വെയിറ്റ് ചെയ്യാം, അതെങ്ങനെ വേണോ ചിന്തിക്കാം. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ഡിറക്ഷൻ ജൂഡ് ആൻ്റണി ജോസഫ് ആണ്. പിന്നെ പ്രൊഡക്ഷൻ ആശീർവാദ് സിനിമാസ് ആണ്. അതിൽ വേറൊരു പ്രധാന വേഷം ചെയ്യുന്നത് നമ്മുടെ ആൻ്റണി ചേട്ടൻ്റെ മകനാണ്. ഇതൊക്കെ ഇതൊന്നും വേണ്ട. മായയാണ് ലീഡ് പടത്തിലെ.
ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാനുണ്ട് ആ പടത്തിൽ, അത് ഞാൻ പറയാം. താങ്ക് യു. നല്ലൊരു വേഷം ചെയ്യുന്നുണ്ട്. അല്ല, ചേട്ടൻ്റെ വേഷത്തിൻ്റെ പേര്? വേഷത്തിൻ്റെ പേര് എന്തായിരുന്നു? എന്തോ ഒരു പേര് പറയുന്ന കേട്ടു, അറിയില്ല. അമ്നീഷ്യ ഉണ്ടെന്ന് തോന്നുന്നു ചെറുതായിട്ട്. ഓക്കെ, നെക്സ്റ്റ്. എന്നാലും ചേട്ടൻ പറ. നല്ലതാ, നല്ലൊരു വേഷമാണ് ചെയ്യുന്നത്. നല്ലൊരു വേഷമാണ്. നല്ലൊരു പേരുണ്ടാവില്ല വേഷത്തിന്. ഉണ്ട് ഉണ്ട്, അതെ അതെ അതെ. എന്നാലും ലാലേട്ടന്റെ ആരായിട്ടാണ് ആ ഒരു മൂവിയില്? ലാലേട്ടന്റെ എതിരെയാണോ? ലാലേട്ടന്റെ മകൾ അഭിനയിക്കുന്ന സിനിമയിലെ ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ ആ മൂവിയിൽ. അതെ അതെ. ചേട്ടാ, ഇങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇങ്ങനെ പറയാൻ പറ്റൂ. എന്നാലും എന്തെന്നാലും ചെറുതായിട്ട് മതി. ചെറുതായിട്ട് ഷൂട്ട് വണ്ടിപ്പെരിയാർ ആ ഏരിയയിലാണ് ഇപ്പം നടക്കുന്നത്. അത് മാത്രമേ ഞാൻ പറയാം, അല്ലാതെ കൂടുതലൊന്നും പറയാം. അല്ല, എന്നാലും നമ്മൾ എന്താ ഒരു കോമഡി എക്സ്പെക്ട് ചെയ്യണോ? അങ്ങനെയൊക്കെ ഒരു തുടരും 2 ആയിരിക്കുമോ തുടക്കം? അതെങ്ങനെയാവും? തുടരും തരുൺമൂർത്തിയുടെ പടമാണ്. അല്ല, അങ്ങനെയല്ല. കേൾക്കൂ, തുടക്കം എന്ന് പറയുന്നത് ജൂഡ് ആന്റണി ജോസഫ് സാറിന്റെയാണ്, മറ്റേ തരുൺമൂർത്തിയുടെ. ഞാൻ ഉദ്ദേശിച്ചത് ജോണർ സെയിം ആയിരിക്കും ചേട്ടാ. ഞാൻ ഉദ്ദേശിച്ചത് ജോണർ സെയിം ആയാൽ പിന്നെ നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്നതിന് വല്ല കാര്യമുണ്ടോ? ഇത് പല ജോണറിലുള്ള പടങ്ങൾ വരട്ടെ, നമുക്ക് അതല്ലേ എൻ്റെ രസം. എന്തായാലും പുതുമയുള്ളൊരു സാധനമാണ്. ഒരു നമ്മൾ രസകരമായൊരു പരിപാടിയായിരിക്കും അത്. സീരിയസ്ലി, അതൊരു വെറും വാക്കൽ. സംശയമുണ്ടോ? അല്ല, എന്താ സംശയിക്കുന്നത്? അതെനിക്ക് സംശയമില്ല, പക്ഷേ ഒന്ന് എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ. ഇതിനൊന്നുമില്ല, പറഞ്ഞോളൂ. ലാലേട്ടൻ്റെ ഒപ്പം അഭിനയിച്ചപ്പോൾ എന്തായിരുന്നു എക്സ്പീരിയൻസ്? ഞാൻ താണ്ഡവത്തിലാണ് ആദ്യമായിട്ട് ലാലേട്ടനായിട്ട് അത്. പക്ഷെ ഞാൻ ജൂനിയർ ആക്ടറായിട്ടാണ് അഭിനയിച്ചത്. പിന്നെ അതില് നമ്മള് ലീഡ് റോൾ ഇപ്പം തുടക്കത്തിൽ ചെയ്യണ്ടല്ലോ, അതിന്റെ എക്സ്പീരിയൻസ് ചേട്ടൻ. ഇല്ലില്ല, അതിൽ ഞാൻ ആരെ കൂടെയൊക്കെ അഭിനയിക്കുന്നുള്ളത് എനിക്ക് പോലും ധാരണയില്ല. അത് അന്നന്ന് വരുന്ന ആർട്ടിസ്റ്റുകളോട് ഞാൻ അഭിനയിക്കും, അത്രേ ഉള്ളൂ. ലാലേട്ടൻ്റെ ഒപ്പം അഭിനയിച്ചോ? 2 ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞു. നമുക്ക് ലാൽ സാർ പടത്തിൽ ഉണ്ടോ അങ്ങനെ ഒരു സംഭവം? കേട്ടായിരുന്നു, എനിക്കറിയില്ല. സീരിയസ്ലി എനിക്കത് അറിയാത്തോണ്ടാട്ടോ ഞാനത്. ചേട്ടൻ നേരത്തെ പറഞ്ഞായിരുന്നു ലാലേട്ടനുണ്ടെന്ന്. ലാലേട്ടുണ്ടെന്ന് പറഞ്ഞു. അയ്യോ, അത് ഏതാ പടം? അത് എനിക്ക് തരുമൂർത്തി പടത്തെ പറ്റിയായിരിക്കും പറഞ്ഞു. ഞാൻ ഇതല്ല കേട്ടോ പറഞ്ഞത്. സീരിയസ്ലി, നമുക്ക് അടുത്ത വർഷത്തിലോട്ട് പോവാം. വരൂ. നമ്മൾ ഈ മോഹിനിയാട്ടത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? മോഹിനിയാട്ടം ഭരതനാട്യത്തിന്റെ സെക്കൻഡ് ആണ്. ആ പടം ഭയങ്കര രസകരമായ പടമാണ്. അത് തിയേറ്ററിലധികം വർക്കായാലും പോലും OTT ഭയങ്കരമായിട്ട് ചർച്ച. പക്ഷേ ആ ഒരു രസകരമായ ഒരു ഫീൽ ഈ പടത്തിനുണ്ട്. ഗംഭീര പടം കേട്ടോ. പിന്നെ രസമായിട്ട് വരും. കൃഷ്ണദാസ് മുരളി ആണ് ഡയറക്ടർ. സൈജു കുറുപ്പ് അദ്ദേഹം അതിൻ്റെ പ്രൊഡക്ഷനിലും ഉണ്ട്. നല്ല പടവും നല്ല രസമായിട്ട് വന്നിട്ട്. ഞാനതിൽ ഭയങ്കരമായിട്ടൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ മോഹിനിയാട്ടം ഭരതനാട്യത്തിൽ പറഞ്ഞു പോകുന്നൊരു ക്യാരക്ടറുണ്ട്, അത് കാണിക്കുന്നില്ല. ആ ക്യാരക്ടർ ഇതിൽ വരുന്നുണ്ട്. അതാണ് എൻ്റെ ആ ക്യാരക്ടറാണ്. പക്ഷെ അത് ഏതെന്ന് ഞാൻ പറയില്ല. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അത് അധികം സീൻസ് ഒന്നുമില്ല, പക്ഷെ പടത്തില് ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് വരും ആ ക്യാരക്ടർ, അത്രേ ഉള്ളൂ. പക്ഷെ നല്ല രസമാണ്. അത് ഈ ഫോർട്ട് കൊച്ചി കുറച്ചപ്പുറത്തായിട്ട് ആ സ്ഥലത്താണ് വരുന്നത്. പിന്നല്ല ഞാനെന്ത് പറയാനാ, ഇതൊക്കെ ഇപ്പം ലാലേട്ടൻ്റെ ഒപ്പം തുടക്കത്തിൽ അഭിനയിക്കുന്നുണ്ട്. ഡി സിറയില് പ്രണവ് മോഹൻലാലിന്റെ ഒപ്പം അഭിനയിച്ചു. ഞാൻ പറഞ്ഞു കളം കാവലില് ഞാൻ പറഞ്ഞു കളം കാവൽ മമ്മൂക്കയുടെ ഒപ്പം അഭിനയിച്ചു. ഇവരുടെ 2 പേരുടെ ഒപ്പം, മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ ഒപ്പം പാട്രിയോട്ടിൽ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ എന്താണ്? പാട്രിയോട്ടിൽ എനിക്ക് അതിൻ്റെ ഭാഗമാകാൻ പറ്റി എന്നുള്ളതിനാണ് ഏറ്റവും വലിയ സന്തോഷം. കാര്യം അമ്മാതിരി മലയാളത്തിൻ്റെ എല്ലാ ആർട്ടിസ്റ്റുകൾ മീൻസ് ഒരു ഇന്ന് മലയാളത്തിലെ ഏറ്റവും നമുക്ക് ഇവരെയൊക്കെ ഒരുമിച്ച് പടം ചെയ്യാൻ പറ്റുക എന്നുള്ളതിന് വലിയ ഭാഗ്യമാണ്. ഇവരെയൊക്കെ ഒരുമിച്ച് ഡേറ്റുകൾ കിട്ടി ഇങ്ങനെ വലിയ പടം സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ ആ സിനിമയുടെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ. അത് ഭയങ്കര വലിയ സംഭവ കാര്യമൊന്നുമില്ല. പക്ഷേ ആ പടത്തിൽ ഞാൻ ചെയ്യുന്ന ഭാഗം അങ്ങനെ പെട്ടെന്ന് ആരും മറക്കില്ല. അങ്ങനെ ഒരു സംഭവമാണ് ആ പടത്തിൽ ഞാൻ ചെയ്തേക്കുന്നത്. അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ആ ക്യാരക്ടറിനുണ്ട്. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അത് ലാൽ സാറ്, മമ്മൂട്ടി സാറ്, പിന്നെ ചാക്കോച്ചൻ,
ഫഹദ്, ഇങ്ങനെ എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ അഭിനയിച്ച പടത്തിൽ എനിക്കും ഭാഗമാകാൻ പറ്റി എന്ന് പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ, അത്രേ ഉള്ളൂ. അല്ലാതെ അതിഭീകര സംഭവമൊന്നുമില്ല. അതിനെ പെട്ടെന്ന് മഹേഷേട്ടൻ വിളിച്ചിട്ട് പരിപാടി ഒരു. പക്ഷേ ടീസർ റിലീസായ സമയത്ത് കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ര വലിയ ഒരു സംഭവമായിരിക്കില്ല, നമ്മൾ അത്രയും എക്സ്പെക്റ്റ് ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാവുന്ന ഒരു മറുപടി എന്തായിരിക്കും? എക്സ്പെക്ട് ചെയ്യണവർ ചെയ്തോട്ടെ, ചെയ്യാത്തവർ ചെയ്യണ്ട, അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. ഇത് നമ്മളെന്ന് പറയാൻ അല്ല, നമ്മളത് എക്സ്പെക്ട് ചെയ്യണോ ചേട്ടൻ? അതിനകത്ത് അഭിനയിച്ച ഒരാളെന്ന നിലയ്ക്ക് എന്താണ് ഞാൻ എക്സ്പെക്ട് ചെയ്യണോ? എക്സ്പെക്ട് ചെയ്യണം, ഞാൻ ചെയ്തോ? എക്സ്പെക്ട് ചെയ്യും. നിനക്ക് എക്സ്പെക്ട് ചെയ്യണ്ടേ? ചെയ്യണ്ട, അത്രേ ഉള്ളൂ. അല്ല, ഇതിനപ്പുറം വേറെ ഒന്നും ഇല്ല ഇതില്. ഇതൊക്കെ എന്നാലും ചേട്ടൻ അതിനകത്ത് അഭിനയിച്ച് അപ്പൊ എക്സ്പെക്ടേഷൻ വെക്കട്ടെ ഞങ്ങള്. എടോ ഇപ്പൊ ഇതെന്റെ കാര്യമല്ല, ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യം. ഒരു പടത്തിൽ എക്സ്പെക്ടേഷൻ കൊടുക്കണോ വേണ്ടേ എന്നൊക്കെ പറയുന്നത് പേഴ്സണൽ ചോയ്സാണ്. അത് ഞാൻ പറയാൻ ആളല്ല. ഓക്കെ.